ശ്രീലാൽകുമാർ, എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമല്ല, പ്രവചനങ്ങൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പാനന്തരം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നയാബ് സിംഗ് സയാനി നടത്തിയ വാർത്താ സമ്മേളനം, വോട്ടെണ്ണുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം, ഈ പറഞ്ഞ പ്രവചനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി സംശയകരമാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചില സംവിധാനമുണ്ട്, വ്യവസ്ഥ ഹേ എന്നാണ് പറയുന്നത്. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംവിധാനമുണ്ട് എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ആ സംവിധാനമുണ്ട്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നു. ആ വ്യവസ്ഥ, ആ സംവിധാനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമായി കണ്ടത്. അപ്പോൾ ഹരിയാനയെ മോഷ്ടിച്ചു എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഹരിയാന മോഷ്ടിക്കപ്പെട്ട സംസ്ഥാനമാണ് എന്ന്. അപ്പോൾ മോഷ്ടിക്കപ്പെട്ടതിൻ്റെ തെളിവുകൾ കൃത്യമായ തെളിവുകളായിട്ടാണോ അങ്ങ് ഇതിനെ കാണുന്നത്? നിശ്ചയമായും നോക്കൂ, ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞെന്താണ്, രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട് ചെയ്ത് എടുത്തേക്കുന്ന ഒരാളാണല്ലോ, അദ്ദേഹം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. ഇതാണ് ആദ്യം ഉപയോഗിച്ച വാക്ക്. ഇത് BJPയുടെ ഒരു കുറേ നാളുകളായിട്ടുള്ളൊരു നറേറ്റീവാണ്. അദ്ദേഹം അത് ഏറ്റുപാടിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും തോന്നുന്നില്ല. ഒരു വിമർശനം വരുമ്പം ആ വിമർശനം ഉന്നയിക്കുന്ന ആളെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഇതാക്കി അങ്ങ് മാറ്റുകയാണ്. സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ആൾ പാകിസ്ഥാനിലേക്ക് പോകും, ഇതുകൂടെ ചേർത്ത് പറഞ്ഞ് ഇപ്പോൾ രാജ്യവിരുദ്ധ, ഇന്ത്യയുടെ ഈ രാജ്യം തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവിനെ രാഷ്ട്രവിരുദ്ധനായി. കാര്യം എന്താ, BJPക്കെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും അദ്ദേഹം സംസാരിച്ചു. ചെറുതായിട്ട് സംസാരിച്ചു എന്നല്ല, എവിഡൻസ് പ്ലോട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ പറയുമ്പം അദ്ദേഹം രാജ്യവിരുദ്ധ പ്രവർത്തനം ആകുന്നു, ചെയ്യുന്നവൻ രാജ്യവിരുദ്ധനാകുന്നു. ഇതുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ഞാനൊന്ന് സൂചിപ്പിച്ചു പോകണമെന്ന് തോന്നി. ഞാൻ ആദ്യം ഓർത്തത് മീരാൻ സൂചിപ്പിക്കുന്നത്, അത് സൂചിപ്പിക്കാഞ്ഞുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അടുത്തത്, ഈ പറയുന്ന ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ മോഡൽ അവർ വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നു. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന ബ്രസീലിയൻ മോഡൽ അത് BJPക്ക് ഒരു ബുദ്ധിമുട്ടായില്ല. ശ്രദ്ധിച്ചോ, അതെന്നാ BJPക്ക് അതൊരു ബുദ്ധിമുട്ടല്ലാതെ? ബ്രസീലിയൻ മോഡലിൻ്റെ പടം ഒരു 100 വന്നിരിക്കുന്നു. എത്രയോ നമ്പർ വന്നിരിക്കുന്നു, 100 മേളിലാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണെന്നും കോൺഗ്രസ്സുകാർ കള്ളത്തരത്തിൽ ചേർത്തതാണെന്നും ഇവർ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ വന്നവരാണെന്നും BJPക്ക് എന്താ ഒരു വാദമില്ലാത്തേ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രസീലിയൻ മോഡലിൻ്റെ പടം അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞൊരു നറേറ്റീവ് അല്ലെങ്കിൽ ഈ രാജ്യത്തോട് കോൺഗ്രസ് ഈ വൃത്തികേട് കാണിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചു പറയുന്നില്ല? നിങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമേ ഇല്ല. അതെന്താ നിങ്ങൾക്ക് ഇല്ലാത്തേ? ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറഞ്ഞ ഈ അക്കമിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നു. ഈ അക്കമിട്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. BJPക്ക് അതിനകത്ത് ഒരു പരാതിയില്ല. ശ്രദ്ധിച്ചു, അഡ്രസ് ഇല്ലാത്തവരെ, പേരില്ലാത്തവരെ, ഒരു വീട്ടിൽ 500 പേര് താമസിക്കുന്നു, ഇതിനൊന്നും പരാതിയില്ലാത്ത ആൾക്കാർ BJP മാത്രമാണ്. അതെന്തുകൊണ്ട് പരാതി നിങ്ങൾക്കില്ലാത്തൊരവസ്ഥ വരുന്നു? അവിടെ തന്നെ സസ്പീഷ്യസ് ആണ്, നിങ്ങളുടെ പൊസിഷൻ സസ്പീഷ്യസ് ആണ്. അടുത്തത് ഞാൻ ഓരോന്നായിട്ട് തന്നെ പറയാം, പറഞ്ഞ് തന്നെ പോകണമെന്ന് തോന്നുന്നു. B. ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്ത് ഇന്ന് രാഹുൽ ഗാന്ധി ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചു. B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന്, ആ പ്രയോഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൊണ്ടുവന്ന് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞാൻ ഡൽഹിയിലേക്ക് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു, ഞാൻ അവിടുത്തെ ഓർഡിനറി റെസിഡന്റ് ആകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനാണെങ്കിൽ എനിക്ക് സ്വമേധയാ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പരിപാടി നടക്കുന്നത്. ഇപ്പം സ്മൃതി ഒരിടത്തോട്ട് പോകുന്നു, ഒരു മണ്ഡലം മാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സുരേന്ദ്രൻ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് അവിടെ ഓർഡിനറി റെസിഡന്റ് ആകുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പേര് ചേർക്കാം, ഒരു അഡ്രസ് ഉണ്ടാവണം. കൊണ്ടുവന്ന് ചേർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആയി കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ കൊണ്ടിരുന്നേ? കാശ്മീരിൽ നിങ്ങൾ എന്തിനാ കൊണ്ടിരുന്നേ? അതാണല്ലോ ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ കൊണ്ടുവരേണ്ട കാശ്മീരുകാരൻ ഒരാൾ ഇവിടെ വന്ന്, അതെ, അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. കാര്യം ഇത്ര നാൾ ഇവിടെ താമസിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്നറിയോ? ഞാനത് പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു, ആ വാദം തന്നെ എടുക്കാം. ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നു. ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ അദ്ദേഹം അങ്ങ് തിരിച്ചു പോകും, കാശ്മീരിലെ വോട്ടും പോയി ചെയ്യും. കാശ്മീരിൽ കുറച്ചു നേരം കഴിഞ്ഞായിട്ടുള്ള വോട്ട് വരുന്നത്. നോക്കൂ, ഇത് ഓർക്കസ്ട്രേറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വലിയ വിമർശനം വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൽ പിന്നാണ് ഇത്രയും സ്റ്റേജുകളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5 സ്റ്റേജ്, 6 സ്റ്റേജ്, ഇത്രയും സ്റ്റേജ് നേരത്തെ ഇല്ലായിരുന്നു. നോക്കൂ, അൾട്രാ മോഡേൺ വേൾഡിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടന്നിരിക്കുന്ന ഇന്ത്യയിൽ ഇവർ പറഞ്ഞ എല്ലാം ടെക്നിക്കലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന പൊസിഷനിലാണല്ലോ. ആ പൊസിഷനിൽ വോട്ടിംഗ് മാത്രം വരുമ്പോൾ 5ഉം 6ഉം സ്റ്റേജ്. അത് ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് എല്ലായിടത്തും പോയി പരമാവധി സമയം പ്രചരണം നടത്താൻ, അദ്ദേഹം പറയുന്ന വിഷയങ്ങളൊന്നും അവർക്ക് ഒരു വയലേഷൻ ഉണ്ടാകത്തില്ല. ഈ രീതിയിലാണ് പലതും ചെയ്യുന്നത്. ഇപ്പം ഗോപാലകൃഷ്ണന്റെ വാദം തന്നെ എടുക്കാം.
കേരളത്തിലെ ഒരു കാശ്മീരുകാരനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നു. ഈ ആള് കാശ്മീരിലെ ലിസ്റ്റിൽ കിടക്കുക, അവിടുത്തെ റിമൂവ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ വോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് തൂത്തിട്ട് അവിടെ പോയി വോട്ട് ചെയ്യും. ഒരു പാർലമെന്റ് ഇലക്ഷൻ 2 വോട്ടായോ? ഇതേ രാഹുൽ ഗാന്ധി പറഞ്ഞുള്ളൂ. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിന് മറുപടിയില്ല. ശ്രദ്ധിച്ചോ, എന്നെ കേൾക്കുന്നത്, ഞാൻ വളരെ ഇതായിട്ട് പറയുന്നതിന് കാര്യം, ഇത് മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കണ്ടേ. പിന്നെ അടുത്ത വന്ന് SIR-വുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണെന്ന് BJP പറയുന്നത് പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 324 പ്രകാരം അവരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇരിക്കുന്നവരാണ്. ഇവിടുത്തെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ എന്തെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളിത് പരിശോധിക്കാമെന്ന് പറയണ്ടേ? രാഹുൽ ഗാന്ധി പറഞ്ഞത് കാര്യത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കാമെന്ന് പറയത്തില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 3 വാർത്താ സമ്മേളനങ്ങൾക്കകത്തും ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ, ഞങ്ങളത് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പോയി പരാതി കൊടുക്ക്, സുപ്രീം കോടതിയെ പോകൂ, അവിടെ പോകൂ, ഇവിടെ പോകൂ. പക്ഷെ നിങ്ങൾക്ക് സുവമോട്ടോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഇവിടുത്തെ ജനങ്ങളുടെ അടുക്കൽ വോട്ട് ചെയ്യാൻ നേരത്ത് ഈ പറയുന്ന പാവങ്ങളായ മനുഷ്യർ വോട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വോട്ട് ചെയ്തവരുണ്ട്, നിങ്ങളെ തന്നെ തെരഞ്ഞെടുത്തവരാന്നിരിക്കട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ചോദിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, ഇങ്ങനൊരു ഡിസ്ക്രിപ്പൻസി ഇതിനകത്തുണ്ടോ? ആ ഡിസ്ക്രിപ്പൻസി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആര്? BJP അല്ല. സുരേന്ദ്രൻ മറുപടി പറയേണ്ട കാര്യമില്ല കേട്ടോ. സുരേന്ദ്രൻ ഈ അദ്ദേഹത്തിന്റെ മറുപടി രാഷ്ട്രീയ മറുപടിയാണ്, അതിനകത്ത് പ്രശ്നവുമില്ല. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറുപടി പറയുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം മറുപടി പറയുന്നത്. നമുക്ക് വേണ്ട എക്സ്പ്ലനേഷൻ, ജനാധിപത്യ ഇന്ത്യയിൽ വോട്ട് ചെയ്ത് ഞങ്ങളും കൂടെ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ഞങ്ങൾ ഇതിന്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗൈഡിങ് ഫോഴ്സിനകത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BJP പറഞ്ഞ പോലെ കേൾക്കാനല്ല, BJP പറയുന്ന പോലെ വാർത്താ സമ്മേളനം നടത്താനല്ല. അതുകൊണ്ടാണ് അതിന് പ്രസക്തി ഉണ്ടായി വരുന്നത്. ഇവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ K. സുരേന്ദ്രന് വിശദമായ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.